പോയപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ പോയ സമയം നേദ്യത്തിൻ്റെ സമയമായതുകൊണ്ട് നട അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ദേ നമ്മൾ നടയ്ക്ക് പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം, ശ്രീ മുത്തുമാരി അമ്മൻ കോവിൽ. ഇത് തിരുവല്ല, തുകലശ്ശേരിയിലാണ്. അപ്പോൾ ഗേറ്റൊക്കെ തുറന്നപ്പോഴത്തേക്കിനും ഓരോരുത്തരും മണി അടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഓരോ മണിയുടെയും കയറ് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പാറുക്കുട്ടിയും അച്ചുക്കുട്ടനും ഈ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാവരും നട തുറക്കുന്നതിൻ്റെ ഉടനെ തന്നെ മണി അടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്പലത്തിൽ തൊഴാൻ പോയെങ്കിലും ഇവരുടെ ഈ സന്തോഷം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി കേട്ടോ. നട അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തു. എന്നിട്ട് ഞാൻ തൊഴുതു കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടിയുടെ കയ്യിൽ കുറച്ച് വിളക്കിരിക്കുന്നുണ്ടോ. നമ്മുടെ വീട്ടിൽ പൂജയുടെ ആവശ്യത്തിന് കുറച്ച് വിളക്കും മൊന്തയും ഒക്കെ വേണമായിരുന്നു കേട്ടോ. അത് നമ്മൾ അമ്പലത്തിൽ നിന്ന് എടുത്തിട്ട് പോവുകയാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഈ അമ്പലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് ഒരു കേശാധിപാതം മാല വാങ്ങണമായിരുന്നു. അത് വാങ്ങാനായിട്ട് നിൽക്കുവാണ്. പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരേപോലെ മാല പിടിക്കണം. അതെങ്ങനെയാ ഈ ഒരു മാല എല്ലാവരും പിടിക്കുന്നത്? അങ്ങനെ ആരും വിഷമിക്കേണ്ട, എല്ലാവർക്കും മാല പിടിക്കാൻ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അമ്മുക്കുട്ടി സങ്കടം വന്ന് കരയാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ ശരി, ആദ്യം കരഞ്ഞു കുട്ടിക്ക് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പപ്പ മാല അമ്മുക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ നോക്കിക്കാണ് അമ്മുക്കുട്ടിയുടെ സന്തോഷം. കരഞ്ഞു കുഞ്ഞ് എത്ര പെട്ടെന്ന് നോക്കിക്കേ ചിരിച്ചത്. ഭയങ്കര ഹാപ്പിയായി കേട്ടോ അമ്മുക്കുട്ടിക്ക്. അങ്ങനത്തെ അമ്മുക്കുട്ടി സന്തോഷമായിട്ട് ഭഗവാന് ചാർത്താനുള്ള മാലയും കൊണ്ട് പോവുകയാണ് കേട്ടോ. ഇത്തവണ എന്തോ ഭാഗ്യത്തിന് പാറുക്കുട്ടി വാശിയൊന്നും പിടിച്ചില്ല, എനിക്ക് ആദ്യം വേണമെന്നും പറഞ്ഞ്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ അയ്യോ എണ്ണയും തിരിയും കർപ്പൂരവും ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ. അങ്ങനെ തിരിച്ചു പോയിട്ട് നമ്മൾ കർപ്പൂരവും എണ്ണയൊക്കെ വാങ്ങി. ഇത് നമുക്ക് ഓരോ നടയിലും വെക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പിള്ളേർക്കും ഓരോ തേങ്ങയും വാങ്ങിക്കൊടുത്തു കേട്ടോ ഗണപതിക്ക് അടിക്കാനായിട്ട്. അങ്ങനെ ബാലൻസ് പൈസയൊക്കെ മേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് നടയ്ക്കകത്തില്ലേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഈ പുറത്തൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഓരോ ഓർമ്മകളായതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാ പിള്ളേർക്കും തേങ്ങ അടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഓരോരുത്തർക്കും തേങ്ങ അടിക്കാനായിട്ട് കിട്ടിയതുകൊണ്ടും പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങ അടിക്കാനായിട്ടുള്ള സന്തോഷത്തോടുകൂടി ഓടുകയാണ് കേട്ടോ എല്ലാവരും. നമ്മൾ പിന്നെ നടയുടെ അകത്തൊക്കെ പോയി തൊഴുതിട്ട് പുറത്തൊക്കെ പോയി ഗണപതി കോവിലും പിന്നെ ഗരുഡൻ സ്വാമിക്കും പിന്നെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങ അടിക്കാനുള്ള. ഓരോ തേങ്ങ അടിക്കാനുള്ള സ്ഥലത്തും ഓരോ കുട്ടികളെ കൊണ്ട് അടുപ്പിച്ചു കേട്ടോ. അതുകൊണ്ട് ആർക്കും പരാതിയില്ലായിരുന്നു, പരിഭവം ഇല്ലായിരുന്നു, സങ്കടം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അമ്പലത്തിൽ തൊഴുതു. പാറുക്കുട്ടി ആ തേങ്ങ അടിക്കുന്നത് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം പൊട്ടി. ആദ്യം ഒന്ന് ഇറങ്ങിയായിരുന്നേ, അത് പൊട്ടിയില്ല. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇങ്ങനെ പോകാനായിട്ട് നിന്നപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി താമരപ്പൂ ഉണ്ട് കേട്ടോ. കണ്ടപ്പോഴത്തേക്കിനും അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ചാടാനായിട്ടൊരു ശ്രമം നടത്തി. അമ്മുക്കുട്ടി ചാടല്ലേ, അങ്ങനെ പോവാതിരിക്കാനാണ് അവിടെ വേലി കെട്ടി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനത്തെ സഹസ്രദളം താമരപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ചിലപ്പോൾ വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയതായിരിക്കാം. എന്തായാലും എനിക്ക് സങ്കടമായി. അപ്പോഴേക്കും അമ്മുക്കുട്ടി ഒരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പാൻറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോഴേ പാറുക്കുട്ടി പറഞ്ഞു, എടാ അമ്മു എൻ്റെ പാൻറ്റ് കീറില്ലേ എന്ന്. ഇത് പാറുക്കുട്ടിയുടെ പാൻറ്റായിരുന്നു കേട്ടോ. അമ്മു സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിയുടെ പാൻറ്റ് കീറിപ്പോയി. പാവം അമ്മുക്കുട്ടി. പിന്നെ ഞാൻ വേറെ പാൻറ്റൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും മരത്തിൽ കയറിയിരിക്കണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും അച്ചുക്കുട്ടനും അപ്പുക്കുട്ടനും കൂടെ അമ്മുക്കുട്ടീനെ പൊക്കിയെടുത്ത് മരത്തിലിരുത്തുകയാണ് കേട്ടോ. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ മരത്തിലിരുന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അപ്പുക്കുട്ടൻ പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് ഫോട്ടോ എടുക്കാം, അമ്മുക്കുട്ടിയെ ഞാൻ ഇരുത്താമെന്നൊക്കെ പറഞ്ഞ് അമ്മുക്കുട്ടിയെ സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടീനെ അവിടെ ഇരുത്തി നമ്മൾ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇതാണ് ആ ഫോട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
അത് കഴിഞ്ഞിട്ട് നമ്മളിതേ അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ വല്ലപ്പോഴേ നമ്മൾ നാട്ടിൽ വരാറുള്ളൂ. നാട്ടിൽ വരുമ്പോൾ ഈ അമ്പലത്തിൽ ഈ സമയത്ത് പോകാറുള്ളൂ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് അന്നദാനം കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പാറക്കുട്ടി ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.